പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠങ്ങൾ എന്ന പാഠമാണ്. ചെമ്പകപ്പൂവ് എന്ന കവിതയിൽ തളിരും പൂവും നിഴലും വെളിച്ചവും എല്ലാം പരന്നു കിടപ്പുണ്ട്. എന്നാൽ ഈ അനുഭവലോകത്തേക്ക് എത്താൻ കഴിയാത്തവരുമില്ലേ? ആദ്യ പാഠങ്ങൾ. ഡെയ്സികളും ബട്ടർകപ്പ് ചെടികളും മറ്റും പൂത്ത കാലത്ത് മിസ് സള്ളിവൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പാടത്തേക്ക് പോയി. ടെന്നസി നദീതീരത്ത് കർഷകർ വിത്തിറക്കാൻ ഭൂമി പാകപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ സമൃദ്ധമായ പുൽപ്പരപ്പിലിരുന്ന് പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഓരോ ചെടിയും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതും എങ്ങനെയെന്നും ഞാൻ മനസ്സിലാക്കി. അണ്ണാനും മാനും സിംഹവും മറ്റ് മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. വസിക്കുന്ന ലോകത്തെക്കുറിച്ചറിഞ്ഞ ഞാൻ സന്തോഷവതിയായി. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിവരിക്കാൻ എനിക്കായി. സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗിയെക്കുറിച്ച് മിസ് സള്ളിവൻ എന്നെ പഠിപ്പിച്ചു. ഓരോ പുല്ലിൻ്റെയും ഇല തൊട്ട് എൻ്റെ കൊച്ചനിയത്തിയുടെ കയ്യിലുള്ള വരകളും നുണക്കുഴികളും വരെ ടീച്ചർ എനിക്ക് വിവരിച്ചു തന്നു. പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി. പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു. ഒരു ദിവസത്തെ നീണ്ട നടത്തത്തിനു ശേഷം ഞാനും ടീച്ചറും തിരിച്ചു വരികയായിരുന്നു. വിശ്രമിക്കാനായി വഴിയരികിൽ കണ്ട മരച്ചുവടുകളിൽ 1-2 തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി. വീട്ടിൽ നിന്ന് അല്പം അകലെയായുള്ള ഒരു വലിയ ചെറിമരത്തിൻ്റെ ചുവട്ടിലാണ് അവസാനം ഞങ്ങൾ ഇരുന്നത്. കനത്ത ശിഖരങ്ങളുള്ള ആ മരത്തിൽ കയറാൻ വളരെ എളുപ്പമായിരുന്നു. ടീച്ചറുടെ സഹായത്തോടെ അതിൻ്റെ ശിഖരത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ ഉച്ചഭക്ഷണം അവിടെയാകാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു. വീട്ടിൽ പോയി ടീച്ചർ ഭക്ഷണം എടുത്തുകൊണ്ടുവരും വരെ ഞാൻ അവിടെ അടങ്ങിയിരുന്നു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ പെട്ടെന്നാണ് ആ മരത്തിനൊരു മാറ്റം സംഭവിച്ചത്. അന്തരീക്ഷത്തിലെ സൂര്യൻ്റെ ചൂട് കുറഞ്ഞു. ആകാശം കറുക്കുകയാണെന്ന് മനസ്സിലായി. വെളിച്ചമെന്ന് കരുതിയ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭയം എന്നെ പിടികൂടി. കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. എങ്കിലും പ്രതീക്ഷയോടെ ഞാൻ അനങ്ങാതെ ഇരുന്നു. ടീച്ചർ മടങ്ങി വന്ന് എത്രയും വേഗം മരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപകടകരമായ ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു. ഇലകളെല്ലാം അതിശക്തമായി ഇളകാൻ തുടങ്ങി. മരം ആകെ തന്നെ കുലുങ്ങാൻ തുടങ്ങി. എന്നെ താഴേക്കെറിയത്തക്കവണ്ണം ഒരു കാറ്റ് ആഞ്ഞു വീശി. ശിഖരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ താഴെ വീണുപോകുമായിരുന്നു. മരമാകെ ആടിയുലഞ്ഞു. താഴേക്ക് ചാടിയാലോ എന്ന ചിന്ത എന്നിൽ ഉണ്ടായി. എന്നാൽ കനത്ത ഭയം എന്നെ അതിൽ നിന്നു തടഞ്ഞു. മരത്തിൻ്റെ കവട്ടയിൽ ഞാൻ കമിഴ്ന്നു കിടന്നു. എൻ്റെ ശരീരത്തെ തഴുകിക്കൊണ്ട് ചെറിയ ചില്ലകൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കനത്ത ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനും മരവും ഒരുമിച്ച് നിലംപൊത്തുമോ എന്ന് ഭയന്നു. ആ സമയം ടീച്ചർ വന്നു. കൈ പിടിച്ച് താഴെ ഇറങ്ങാൻ എന്നെ സഹായിച്ചു. അവരെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. വീടിന് പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ചെറിയ തോട്ടങ്ങളിലാണ് ഞങ്ങൾ വായനയും പഠനവും ഒക്കെ നടത്തിയിരുന്നത്. മൂളുന്നതും മുരളുന്നതും പാടുന്നതുമായ ചീവീടും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളും എല്ലാം ഞാൻ കയ്യിലെടുത്ത് പരിശോധിച്ചിരുന്നു. മുള പൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ നനുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും ഞാൻ സ്പർശിച്ചറിഞ്ഞു. ചോളക്കതിരുകൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റിൻ്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകളുണ്ടാക്കുന്ന മർമ്മരവും ഞാൻ അനുഭവിച്ചറിഞ്ഞു. പുൽപ്പരപ്പിൽ വെച്ച് എൻ്റെ കുതിരക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വായിൽ അല്പം പുല്ല് തിരുകുമ്പോൾ ചീറുന്ന ശബ്ദവും ഞാൻ അറിഞ്ഞു. അവൻ്റെ ശ്വാസത്തിൻ്റെ ആസ്വാദ്യമായ ഗന്ധം ഞാൻ ശരിക്കും ഓർക്കുന്നു. ചിലപ്പോൾ പ്രഭാതത്തിൽ ഞാൻ പൂക്കളിലും ഇലകളിലും മറ്റും കനത്ത മഞ്ഞ് വീണ് കിടക്കുന്ന തോട്ടത്തിലേക്ക് പതുക്കെ ചെല്ലും. മൃദുവായി എൻ്റെ കൈകളിൽ അമർത്തുന്ന റോസാപ്പൂക്കളും രാവിലത്തെ ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന ലില്ലിപ്പൂക്കളും മറ്റും എത്രമാത്രം സന്തോഷകരമാണ്.
ഞാൻ പറിച്ചെടുക്കുന്ന പൂവിൽ ഒരു പ്രാണി ഉണ്ടെന്ന് വരാം. പെട്ടെന്നുള്ള ഭയത്തിൽ വിറയ്ക്കുന്ന അതിൻ്റെ ചിറകുകളുടെ തളർന്ന അനക്കത്തിലൂടെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നു. ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായ്കനിത്തോട്ടമാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം. വലിയ പദം വന്ന പീച്ച് പഴങ്ങൾ എൻ്റെ കൈകൾക്കെത്തുമായിരുന്നു. മന്ദമാരുതൻ വീശുമ്പോൾ ആപ്പിൾ പഴങ്ങൾ എൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുമായിരുന്നു. ആ പഴങ്ങളെല്ലാം പെറുക്കി എൻ്റെ മേൽക്കുപ്പായത്തിൽ സമാഹരിക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഇളം ചൂടേറ്റ് നിൽക്കുന്ന ആപ്പിളിൻ്റെ തുടുത്ത കവിളിൽ മുഖമമർത്തുമ്പോഴും പിന്നെ വീട്ടിലേക്ക് കുതിക്കുമ്പോഴും ഒക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലമുണ്ടായിരുന്നു. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് ഞങ്ങൾക്ക് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു. മണിക്കൂറുകൾ ഞങ്ങൾ അവിടെ ചെലവിട്ടു. അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു. ചെറുകല്ലുകൾ കൊണ്ട് ഞാൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി. പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഉരുണ്ട വലിയ ഭൂമിയെക്കുറിച്ചും അതിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും തകർന്നടിഞ്ഞ പട്ടണങ്ങളെക്കുറിച്ചും ചലിക്കുന്ന മഞ്ഞുനദിയെക്കുറിച്ചും വിചിത്രമായ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും മിസ് സള്ളിവൻ വിവരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരുന്നു. മണ്ണിൽ അവരുണ്ടാക്കിയ ഭൂപടങ്ങളിലെ പർവ്വതങ്ങളും നദികളും താഴ്വാരങ്ങളും മറ്റും എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു. ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരുന്ന ഒരു സ്ഫടിക പാത്രത്തിൽ 11 വാൽമാക്രികൾ ഉണ്ടായിരുന്നു. എൻ്റെ വിരലുകൾ ആ പാത്രത്തിലേക്കിടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നതും വിരലുകൾക്കിടയിലൂടെ നീന്തുന്നതുമൊക്കെ എനിക്ക് രസകരമായി അനുഭവപ്പെട്ടു. ഒരു ദിവസം അതിലൊരുവൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി തറയിൽ വീണു. അത് ചത്തുവെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. വാൽ ഒന്നനക്കുന്നത് മാത്രമാണ് ജീവൻ ഉണ്ടെന്നതിൻ്റെ തെളിവായി അവനിൽ അവശേഷിച്ചിരുന്നത്. എന്നാൽ എങ്ങനെയോ അവൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തിത്തുടിക്കാൻ തുടങ്ങി. അവൻ്റേതായ ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിനു ശേഷം മനോഹരമായ സ്ഫടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി. ഒരു തവളയാവുക എന്ന അന്തസ്സു നേടി. പിന്നെ തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്തെ ഇലകൾ നിറഞ്ഞ തടാകത്തിലേക്ക് നീങ്ങി അവിടെ തൻ്റെ വിചിത്രമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് വേനൽക്കാല രാത്രികൾ സംഗീതസാന്ദ്രമാക്കി. ഹെലൻ കെല്ലറുടെ ജീവിതകഥയിൽ നിന്നെടുത്ത പാഠഭാഗം. പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പറഞ്ഞുറപ്പിക്കാം. പാഠഭാഗത്തു നിന്നെടുത്തു ചേർത്ത ഏതാനും വാക്യങ്ങളിതാ. വസിക്കുന്ന ലോകത്തെക്കുറിച്ചറിഞ്ഞ ഞാൻ സന്തോഷവതിയായി. പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിലുളവാക്കി. പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു. കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. കാലുകൾ ഭൂമിയിൽ സ്പർശിച്ച് നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി. ഓരോ വാക്യവും എന്തിനെക്കുറിച്ചാണെന്നും ഏതേതു സന്ദർഭങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞു നോക്കൂ. ഒരാൾ പറഞ്ഞ കാര്യങ്ങളോട് മറ്റുള്ളവർക്ക് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്യാം. വസിക്കുന്ന ലോകത്തെക്കുറിച്ചറിഞ്ഞ ഞാൻ സന്തോഷവതിയായി. ഹെലൻ കെല്ലറെ അധ്യാപികയായ മിസ് സള്ളിവൻ പഠനത്തിനായി പ്രകൃതിയിലേക്കാണ് കൊണ്ടുപോയത്. നദീതീരത്ത് കർഷകർ വിത്തിറക്കാൻ ഭൂമി പാകപ്പെടുത്തുന്നതും പ്രകൃതിയിലെ ഓരോ ചെടിയും പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും മൃഗങ്ങളും പക്ഷികളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്നും അറിയാൻ കഴിഞ്ഞു. അങ്ങനെ താൻ വസിക്കുന്ന ലോകത്തെക്കുറിച്ചറിഞ്ഞ് അവൾ സന്തോഷവതിയായി. പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി. ഭൂമിയുടെ ആകൃതി, സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗി തുടങ്ങി ഓരോന്നിനെയും ടീച്ചർ വിവരിച്ചു കൊടുത്തപ്പോൾ പക്ഷികളും പൂക്കളും മനുഷ്യനും എല്ലാം സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത കൊച്ചു ഹെലനിൽ ഉളവായി. പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു. ഒരു ദിവസത്തെ നീണ്ട നടത്തത്തിന് ശേഷം വിശ്രമിക്കാനായി വീട്ടിൽ നിന്നും അല്പം അകലെയുള്ള ഒരു വലിയ ചെറുമരത്തിൻ്റെ ചുവട്ടിൽ മിസ് സള്ളിവനും ഹെലനും ഇരുന്നു. കനത്ത ശിഖരങ്ങളുള്ള ആ മരത്തിൽ ടീച്ചറിൻ്റെ സഹായത്തോടെ ഹെലൻ അള്ളിപ്പിടിച്ച് കയറി.
നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ ഉച്ചഭക്ഷണം അവിടെയാകാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു. ടീച്ചർ വീട്ടിൽ ഭക്ഷണം എടുക്കാനായി പോയപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. താനും മരവും ഒരുമിച്ച് നിലംപൊത്തുമോ എന്ന് കുട്ടി ഭയന്നു. ആ സമയം ടീച്ചർ വന്ന് കൈപിടിച്ച് താഴെ ഇറങ്ങാൻ സഹായിച്ചു. ടീച്ചറെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല, ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. ഹെലൻ കെല്ലറെ ടീച്ചർ ചെറുമരത്തിലിരുത്തിയിട്ട് ആഹാരമെടുക്കാനായി വീട്ടിലേക്ക് പോയി. ആ സമയം കൊടുങ്കാറ്റുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് ഹെലന് തോന്നി. കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. കൊടുങ്കാറ്റ് വന്നപ്പോൾ ഹെലൻ മരത്തിൻ്റെ കവട്ടയിൽ കമിഴ്ന്നു കിടന്നു. താനും മരവും ഒരുമിച്ച് നിലംപൊത്തുമോ എന്നവൾ പേടിച്ചു. അപ്പോൾ ടീച്ചർ വരികയും അവളെ താഴെ ഇറങ്ങാൻ സഹായിക്കുകയും ചെയ്തു. ടീച്ചറിൻ്റെ സഹായത്തോടെ കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ അവൾ ആനന്ദം കൊണ്ട് മതിമറന്നുപോയി. അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ടെന്നസി നദിക്കരയിലെ തടിപ്പാലത്തിനടുത്ത് വച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു. ചെറുകല്ലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി. തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ഹെലൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി. ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരുന്ന സ്ഫടികപാത്രത്തിൽ 11 വാൽമാക്രികൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അതിലൊരുവൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. അവൻ ചത്തുവെന്ന് തന്നെ തോന്നിയ നിമിഷം എങ്ങനെയോ തിരിച്ച് പാത്രത്തിലേക്ക് ചാടി നീന്തി തുടിക്കാൻ തുടങ്ങി. ഈ സംഭവമാണ് ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. കണ്ടെത്താം, എഴുതാം. നീ എടുക്കുന്നു, നോക്കുന്നു സസ്മിതം, നീ അവയെ തൊടുന്നു, തലോടുന്നു. ബാലാമണി അമ്മയുടെ കളിക്കൊട്ട എന്ന കവിതയിലെ വരികൾ. ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ കെല്ലറുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടു. അവ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതൂ. മൂളുന്നതും മുരളുന്നതും പാടുന്നതുമായ ചീവീടും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളുമെല്ലാം ഞാൻ കയ്യിലെടുത്ത് പരിശോധിച്ചിരുന്നു. മുളപൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ നനുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും ഞാൻ സ്പർശിച്ചറിഞ്ഞു. ചിലപ്പോൾ പ്രഭാതത്തിൽ ഞാൻ പൂക്കളിലും ഇലകളിലും മറ്റും കനത്ത മഞ്ഞു വീണ് കിടക്കുന്ന തോട്ടത്തിലേക്ക് പതുക്കെ ചെല്ലും. മൃദുവായി എൻ്റെ കൈകളിൽ അമർത്തുന്ന റോസാപ്പൂക്കളും രാവിലത്തെ ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന ലില്ലിപ്പൂക്കളും മറ്റും എത്രമാത്രം സന്തോഷകരമാണ്. ഞാൻ പറിച്ചെടുക്കുന്ന പൂവിൽ ഒരു പ്രാണി ഉണ്ടെന്ന് വരാം. പെട്ടെന്നുള്ള ഭയത്തിൽ വിറയ്ക്കുന്ന അതിൻ്റെ ചിറകുകളുടെ തളർന്ന അനക്കത്തിലൂടെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നു. ജൂലൈ മാസത്തിൽ വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കൈകനിത്തോട്ടമാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം. വലിയ പദം വന്ന പീച്ച് പഴങ്ങൾ എൻ്റെ കൈകൾക്കെത്തുമായിരുന്നു. മന്ദമാരുതൻ വീശുമ്പോൾ ആപ്പിൾ പഴങ്ങൾ എൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വീഴുമായിരുന്നു. ആ പഴങ്ങളെല്ലാം പെറുക്കി എൻ്റെ മേൽക്കുപ്പായത്തിൽ സമാഹരിക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഇളം ചൂടേറ്റ് നിൽക്കുന്ന ആപ്പിളിൻ്റെ തുടുത്ത കവിളിൽ മുഖമമർത്തുമ്പോഴും പിന്നെ വീട്ടിലേക്ക് കുതിക്കുമ്പോഴുമൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ചെറുകല്ലുകൾ കൊണ്ട് ഞാൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി. മണ്ണിൽ അവരുണ്ടാക്കിയ ഭൂപടങ്ങളിലെ പർവ്വതങ്ങളും നദികളും താഴ്വാരങ്ങളും മറ്റും എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു. ജനലിനരികിൽ ചെടികൾ നിറച്ചു വച്ചിരുന്ന ഒരു സ്ഫടികപാത്രത്തിൽ 11 വാൽമാക്രികൾ ഉണ്ടായിരുന്നു. എൻ്റെ വിരലുകൾ ആ പാത്രത്തിലേക്കിടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നതും വിരലുകൾക്കിടയിലൂടെ നീന്തുന്നതുമൊക്കെ എനിക്ക് രസകരമായി അനുഭവപ്പെട്ടു. പ്രകൃതിയെ അടുത്തറിയുമ്പോൾ എന്നതാണ് അടുത്ത പ്രവർത്തനം. തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ. ഈ പ്രസ്താവന പാഠഭാഗത്തു നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. പ്രകൃതിയെ അടുത്തറിയുമ്പോൾ. കുറിപ്പ്. ഹെലൻ കെല്ലർ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഒരാളായിരുന്നിട്ടും പ്രകൃതിയെ അത്യന്തം ആഴത്തിൽ അനുഭവിച്ച വ്യക്തിയായിരുന്നു. അവൾക്ക് പ്രകൃതിയെ അറിയാൻ കണ്ണുകളോ ചെവികളോ ആവശ്യമുണ്ടായിരുന്നില്ല. തൊട്ടും മണത്തും രുചിച്ചും അവൾ പ്രകൃതിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. പൂക്കളുടെ സുഗന്ധം മണത്തുകൊണ്ടും ഇലകളുടെ മൃദുത്വം സ്പർശിച്ചുകൊണ്ടും മഴത്തുള്ളികളുടെ തണുപ്പ് അനുഭവിച്ചുകൊണ്ടും പ്രകൃതിയുടെ സൗന്ദര്യം അവൾ തിരിച്ചറിഞ്ഞു.
അധ്യാപികയായ ആൻ സള്ളിവന്റെ സഹായത്തോടെ പ്രകൃതിയിലെ ഓരോ അനുഭവത്തിനും അർത്ഥം കണ്ടെത്താൻ ഹെലൻ കെല്ലർക്ക് കഴിഞ്ഞു. പ്രകൃതി അവൾക്ക് പഠനത്തിൻ്റെ ഒരു വലിയ പുസ്തകമായി മാറി. മനുഷ്യന് പരിമിതികൾ ഉണ്ടായാലും മനസ്സുറപ്പും അനുഭവബോധവും ഉണ്ടെങ്കിൽ ലോകത്തെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ഹെലൻ കെല്ലറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ തന്നെയാണ് തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ എന്ന പ്രസ്താവന പൂർണ്ണമായും ശരിയെന്ന് പറയാൻ കഴിയുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. അനുഭവങ്ങളിലൂടെ. ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ. ഒരു കുട്ടിയുടെ അനുഭവം വായിക്കൂ. കാലത്ത് പുതച്ചു മൂടിക്കിടക്കുന്ന എൻ്റെ കാതിൽ മഴയുടെ സംഗീതം, അതിൻ്റെ കുളിർമ ഞാൻ അറിഞ്ഞു. എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലയ്ക്കരികിലെത്തിച്ചു. മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി. ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇറ്റു വീണു. അതെൻ്റെ മനസ്സു നിറച്ചു. സുധീഷ് കെയുടെ മുട്ടിടുന്ന കുട്ടിസാഹിത്യത്തിൽ നിന്ന്. പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരനുഭവം എഴുതൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും ഉന്മേഷവും വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അത്തരമൊരു അനുഭവം എഴുതാം. കഴിഞ്ഞ വർഷം വയനാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിൽ ചിലവഴിച്ച പ്രഭാതം ഇന്നും എൻ്റെ മനസ്സിൽ സുഖമുള്ള അനുഭവമാണ്. പുലർച്ചെ 5:30 എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ കണ്ട കാഴ്ച വിവരണാതീതമാണ്. മലനിരകളെ മുഴുവൻ വെളുത്ത മഞ്ഞ് പുതച്ചിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങൾ പോലും കാണാൻ പ്രയാസമായിരുന്നു. നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി കിളികളുടെ കൊഞ്ചൽ മാത്രം കേൾക്കുന്ന അന്തരീക്ഷം സമാധാനം നൽകുന്നതായിരുന്നു. പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കുന്ന വിസ്മയങ്ങൾ കാണാൻ പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. ആ മലമുകളിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ എത്ര ചെറിയ ഒരു ഭാഗമാണെന്നും ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. യാതൊരു ലാഭേച്ഛയുമില്ലാതെ പ്രകൃതി നമുക്ക് നൽകുന്ന ഈ കുളിർമയും ശുദ്ധവായുവും മറ്റെവിടെ നിന്നും ലഭിക്കാത്ത വലിയൊരു സമ്പാദ്യമാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. ചേരുമ്പോഴും പിരിയുമ്പോഴും. വിത്തിറക്കാൻ എന്ന ഒറ്റ വാക്ക് വിത്ത്, ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ്. കൂട്ടി, ഇണക്കിയ എന്നീ പദങ്ങൾ ചേർന്നാണ് കൂട്ടി ഇണക്കിയ എന്ന വാക്ക് രൂപപ്പെട്ടത്. ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ കൂടി ചേർന്നുണ്ടായതാണ്? ഇതേ രീതിയിലുള്ള ഒറ്റപ്പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വാക്കുകളായി വേർതിരിച്ചെഴുതൂ. ലില്ലിച്ചെടി, ലില്ലി ചെടി. എനിക്കറിയാൻ, എനിക്ക് അറിയാൻ. കഴിയേണ്ടവരാണ്, കഴിയേണ്ടവർ ആണ്. വഴിയരികിൽ, വഴി അരികിൽ. അള്ളിപ്പിടിച്ചു, അള്ളി പിടിച്ചു. അതെന്ന്, അത് എന്ന്. ആടിയുലഞ്ഞു, ആടി ഉലഞ്ഞു. താഴെ ഇറങ്ങാൻ, താഴെ ഇറങ്ങാൻ. കൂടുതൽ വാക്കുകൾ കണ്ടെത്തി പിരിച്ചെഴുതുക. അടുത്ത പ്രവർത്തനം നോക്കാം. കുട്ടിയുടെ ലോകം. ചിത്രം നോക്കൂ. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകളും വികാരങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ചിന്തകളെ ഒരു രചനയിലൂടെ ആവിഷ്കരിക്കാമോ? കഥയോ കവിതയോ ആകാം. രചന ക്ലാസ്സിൽ വായിച്ച് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി ഒരു രചനാ സമാഹാരം തയ്യാറാക്കണം. സമാഹാരത്തിന് യോജിച്ച പേര് നിങ്ങൾ തന്നെ കണ്ടെത്തുമല്ലോ. ചിത്രങ്ങൾ വരച്ച് ചേർത്ത് നിങ്ങളുടെ രചനകൾ മനോഹരമാക്കാം. നല്ലൊരു പുറംചട്ടയും ആകാം. അടുത്ത പ്രവർത്തനം നോക്കാം. വായനാനുഭവങ്ങൾ. കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള വായനശാല സന്ദർശിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക. വായനാനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഞാൻ അടുത്തിടെ വായിച്ച പഴയ ഒരു നോവലാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മലയാള ബാലസാഹിത്യ രംഗത്തെ എക്കാലത്തെയും ഹൃദയസ്പർശിയായ നോവലാണിത്. ദാരിദ്ര്യവും അനാഥത്വവും മൂലം കഷ്ടപ്പെടുന്ന ലില്ലിയുടെയും ബേബിയുടെയും കഥയാണിതിൽ പറയുന്നത്. മഴയത്ത് കുടയില്ലാതെ സ്കൂളിൽ പോകാൻ വിഷമിച്ച് നിൽക്കുന്ന ലില്ലിയോട് സഹോദരൻ ബേബി ഗ്രേസിയുടെ കുടയിൽ കയറിപ്പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നനഞ്ഞൊട്ടി വരുന്ന ലില്ലിയെ ഗ്രേസി കുടയിൽ കയറ്റിയില്ല. ഇതിൻ്റെ ദേഷ്യം മൂലം ബേബി ഗ്രേസിയെ കല്ലെടുത്തെറിയുന്നു. ഇതിനുണ്ടാകാവുന്ന ശിക്ഷയോർത്ത് ബേബി തൻ്റെ എല്ലാമായ സഹോദരിയോട് സ്വർണ്ണപ്പിടിയുള്ള കുടയുമായി താൻ വരും എന്ന വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. ഒടുവിൽ ലില്ലി ഒരു ഡോക്ടറുടെ വീട്ടിലെത്തി സന്തോഷത്തോടെ ജീവിക്കുന്നു.
ബേബിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ഡോക്ടറായി ഗ്രേസിയുടെ ഓപ്പറേഷൻ നടത്തുകയും തൻ്റെ അനിയത്തിക്കുള്ള കുട അവളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നന്മതിന്മകളെയാണ് ഇതിൽ തുറന്നു കാട്ടുന്നത്. വിധി നിഷ്കളങ്ക ബാല്യങ്ങളെ അകറ്റുന്നതും ഒടുവിൽ വിധി തന്നെ അവരെ ഒന്നിപ്പിക്കുന്നതുമാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയുന്നത്. പദപരിചയം: പാടം, വയൽ, വസിക്കുന്ന, താമസിക്കുന്ന, സുഗന്ധപൂരിതം, സുഗന്ധം നിറഞ്ഞ, കനിവ്, ദയ, കനിവാർന്നവൾ, ദയയുള്ളവൾ, അള്ളിപ്പിടിച്ച്, മുറുകെ പിടിച്ച്, ഗന്ധം, മണം, കവട്ട, കവരം, പദം വന്ന, മാർദ്ദവമുള്ള, മന്ദമാരുതൻ, ഇളങ്കാറ്റ്, സ്ഫടികം, ചില്ല്, സ്ഫടികഗൃഹം, ചില്ലുകൊണ്ടുള്ള വീട്, സാന്ദ്രം, ഇടതൂർന്ന, സംഗീതസാന്ദ്രം, സംഗീതത്താൽ നിറഞ്ഞ. പര്യായപദങ്ങൾ: ആഹാരം, അന്നം, ഭക്ഷണം, അശനം, ഭോജനം. കാട്, വനം, അടവി, വിപിനം, കാനനം. മരം, തരു, വൃക്ഷം, പാദപം, ശാഖി. കാറ്റ്, മാരുതൻ, സദാഗതി, അനിലൻ, വായു. ഭൂമി, ധര, ധരിത്രി, ക്ഷോണി, അവനി. പൂന്തോട്ടം, ഉദ്യാനം, ആരാമം, മലർവാടി, ഉപവനം. നദി, സരിത്ത്, തരങ്കിണി, തടിനി, പുഴ. പർവ്വതം, ഗിരി, അദ്രി, അചലം. മുഖം, ആനനം, വദനം, ആസ്യം. ഇല, ദലം, പർണം, പത്രം. തവള, മണ്ഡൂകം, ദർദുരം, പ്ലവം, വേഗം.